ഇന്ദുലക്ഷ്മി ഭാഗം 12. രാവിലെ ഉണർന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. ഒന്നുകൂടി പുതച്ചു കിടക്കാൻ തോന്നിയെങ്കിലും ശ്രീയമ്മ ഹോസ്പിറ്റലിലാണെന്ന് ഓർമ്മ വന്നതും ഇന്ദു എണീറ്റു. ഫ്രഷായി കിച്ചണിലെത്തിയപ്പോൾ രാഹുൽ കാപ്പി ഉണ്ടാക്കുകയാണ്. കാലൊച്ച കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഉണർന്നപ്പോ കാപ്പി കുടിക്കാൻ തോന്നി. ദാ താനും കുടിക്ക്. ഒരു ഗ്ലാസ്സിൽ കൂടി പകർന്ന് അവളുടെ മുന്നിലേക്ക് നീട്ടി. ഇന്ദു പതിയെ കുടിച്ചു നോക്കി. കൊള്ളാം. രാഹുൽ റൂമിലേക്ക് പോയപ്പോൾ ഇന്ദു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് മുകളിൽ നിന്ന് മിന്നുമോളുടെയും രാഹുലിന്റെയും ബഹളം കേട്ടു തുടങ്ങി. ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി മോളെ കുളിപ്പിക്കുന്നതാണ്. രാഹുൽ മോളെയും എടുത്ത് താഴേക്ക് വന്നു. ഇന്ദു, താനിന്ന് പോകണ്ട കേട്ടോ, ഞാൻ വിളിച്ചു പറയാം. സാധാരണ രേവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ മോളെയും കൊണ്ടുപോകും. അവിടെ വന്നു കഴിഞ്ഞാൽ വാശിയാണ്. ഇവളെ നോക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സാർ, രേവുവിനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഇന്ദു പ്രതീക്ഷയോടെ അവനെ നോക്കി. അവിടെ വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല. ഞാനും കിച്ചുവും പുറത്തെവിടെയെങ്കിലും നിൽക്കുന്നേ ഉള്ളൂ. റൂമിൽ സ്ത്രീകൾ ആരെങ്കിലും വേണം. ബിനുവിന്റെ അമ്മയും വന്നിട്ടുണ്ട്. ഇന്ദു രാഹുലിനും മോൾക്കും ഉപ്പുമാവും പപ്പടവും ചായയും വിളമ്പി. അവൻ തന്നെ മോൾക്കും ആഹാരം കൊടുത്തു. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇവള് കുറച്ച് ബുദ്ധിമുട്ടിക്കും. അതൊന്നും സാരമില്ല, ഇന്ദു പറഞ്ഞു. രാഹുൽ യാത്ര പറഞ്ഞു പോയപ്പോൾ ഇന്ദു മോളുമായി കിച്ചണിലേക്ക് പോയി. അവളെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് ജോലി തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതത്ര എളുപ്പമുള്ള പണിയല്ല. മോൾ അടുക്കളയിലെ സാധനങ്ങൾ ഓരോന്നായി നിരത്തിയിടുന്നത് കണ്ട് അവളെ എടുത്ത് ഹാളിലിരുത്തി. TV ഓൺ ചെയ്തിട്ട് വീണ്ടും ജോലി തുടർന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് മോൾക്കൊരു പ്ലേറ്റിൽ കുറച്ച് ചിപ്സുമായി അവളും ഹാളിലിരുന്നു. മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ട് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് അനിയത്തിയാണ്. എന്നാലും എന്റെ ചേച്ചി, കല്യാണം കഴിഞ്ഞതോടെ ഞങ്ങളെയൊക്കെ മറന്നോ? ഇങ്ങോട്ടൊന്നും വരാൻ പോലും സമയമില്ലേ? അമ്മുവിന്റെ പരാതി കേട്ട് ഇന്ദുവിന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവൾ ചുരുക്കി പറഞ്ഞു. അമ്മായിയമ്മ ഭയങ്കരയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. ഇനി ചേച്ചിയോട് പോരെടുക്കാൻ വന്ന എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ തേച്ച് മടക്കി കൈ തരാം. അമ്മു പറഞ്ഞത് കേട്ട് ഇന്ദുവും ചിരിച്ചു. ഉച്ചയ്ക്ക് മിന്നുവിന് ആഹാരം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങി. വൈകുന്നേരം എണീറ്റപ്പോൾ വാശി തുടങ്ങി. എടുത്തു നടന്നും കഥകൾ പറഞ്ഞും പാട്ട് പാടിയും ഇന്ദു വശം കെട്ടു. രാത്രി രാഹുലിന്റെ കൂടെ കിഷോറും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോഴാണ് മിന്നു ഇന്ദുവിന്റെ കയ്യിൽ നിന്നും താഴെ ഇറങ്ങിയത്. രണ്ടുപേർക്കും ആഹാരം വിളമ്പിക്കൊടുത്തു. ഇന്ദു കഴിക്കുന്നില്ലേ? കിഷോർ ചോദിച്ചു. ഇല്ല, ഞാൻ പിന്നെ കഴിക്കാം. അതെന്തിനാ? ഇന്ദു ഇരിക്ക്. കിഷോർ പറയുമ്പോൾ രാഹുൽ മുഖമുയർത്തി നോക്കുന്നത് കണ്ട് ഇന്ദുവിന് വല്ലായ്മ തോന്നി. കുറച്ച് ചോറ് വിളമ്പി അവളും കഴിക്കാൻ തുടങ്ങി. രാഹുലും കിച്ചുവും ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് കഴിക്കുന്നത്. രണ്ടുപേരും കഴിച്ച പാത്രങ്ങൾ കഴുകി വെച്ചിട്ടാണ് പോയത്. ഹാളിൽ അവരിയ്ക്കുന്നത് കണ്ട് ഇന്ദുവും അവിടെ നിന്നു. നേരെ ഒരുപാടായി, ഇന്ദു പോയി കിടന്നോളൂ, കിഷോർ പറഞ്ഞു. ഇന്ദു റൂമിലേക്ക് പോയി. മഞ്ഞുരുക്കി തുടങ്ങിയോ? മൊബൈലിൽ നോക്കിക്കൊണ്ട് രാഹുൽ ചോദിച്ചു. എന്താ? അല്ല, കഴിക്ക്, കിടക്ക്, എന്തൊരു സ്നേഹം. ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. നിനക്കങ്ങനെ തോന്നുന്നോ? ലച്ചു അല്ലാതെ. കിച്ചുവിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എന്റെ പൊന്നേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് എന്റെ ലച്ചു എന്ന് പറയണ്ട. വാ മോളെ, നമുക്ക് കിടക്കാം. കൊച്ചു മുതലാളി ഇവിടെ ഇരുന്ന് മാനസമയനെ പാട്. ഡാ, ഞാനും വരുന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് രണ്ടുപേരും പോയി കിടന്നു. തുടർന്നുള്ള ദിവസങ്ങളും ഇങ്ങനെ തന്നെ കടന്നുപോയി. പകൽ സമയം കിച്ചുവും രാഹുലും ഹോസ്പിറ്റലിൽ പോകും. രാത്രിയിൽ തിരികെ വരും. 2 ദിവസം കഴിഞ്ഞപ്പോൾ മിന്നുവിന്റെ വാശിയും കുറഞ്ഞു. ഇപ്പോൾ ഇന്ദുവിനോട് കൂടുതൽ അടുപ്പമായി. ഡിസ്ചാർജായി വന്ന രേവതി ഒന്നുകൂടി ക്ഷീണിച്ചു. കണ്ണുകൾ കുഴിഞ്ഞു. അവളുടെ ആ അവസ്ഥ വീടിനെ മുഴുവൻ ബാധിച്ചു. ബിനുവിന്റെ അമ്മ ലളിതയും കൂടെ ഉണ്ടായിരുന്നു. മോൾക്ക് കുറച്ചു ദിവസം ബുദ്ധിമുട്ടായി അല്ലേ? ശ്രീയമ്മ ഇന്ദുവിനോട് പറഞ്ഞു. അങ്ങനൊന്നുമില്ല. മോള് ആദ്യത്തെ 2 ദിവസം കുറച്ച് വാശി കാണിച്ചു, പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇന്ദു പറഞ്ഞപ്പോൾ ശ്രീയമ്മ ലളിതയോടൊപ്പമായിരുന്ന മോളെ നോക്കി. മോളിപ്പോ ഒരുപാട് പൊരുത്തപ്പെട്ടു. അവളുടെ കുഞ്ഞുനാളിലാ ഈ അസുഖം ആദ്യമായി രേവുവിന് വരുന്നത്. എന്റെ മോൾക്ക് ആയുസ് കൊടുക്കണേ ദേവി. ഇന്ദു വിഷമത്തോടെ നോക്കി നിന്നു. മോള് കുറച്ചുനേരം രേവുവിന്റെ അടുത്തിരിക്ക്. സംസാരിച്ചിരിക്കുക ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്കൊരു സമാധാനമാ. അപ്പോഴേക്കും ഞാനൊന്ന് കുളിക്കട്ടെ. ഇന്ദു രേവതിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കിച്ചുവും രാഹുലും അവിടെയുണ്ട്.
രേവതി മൊബൈലിൽ ആരോടോ സംസാരിക്കുകയാണ്. ഇന്ദു, ഇങ്ങ് വാ, രേവതി വിളിച്ചു. അധികം സംസാരിക്കണ്ട കേട്ടോ. കിച്ചുവും രാഹുലും പുറത്തേക്ക് പോയി. കുറച്ചുനേരം കൂടി സംസാരിച്ചിട്ട് രേവതി മൊബൈൽ മേശമേൽ വെച്ചു. ബിനുവേട്ടനാ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് രേവതി പറഞ്ഞു. ഇന്ദു അവളുടെ അരികിലിരുന്നു. രേവതി എന്തോ ആലോചനയോടെ മുകളിലേക്ക് നോക്കിക്കിടന്നു. എനിക്കിപ്പോ വല്ലാത്തൊരു പേടി തോന്നുന്നു ഇന്ദു. ഇനി അധികനാൾ ഉണ്ടാവില്ല എന്നൊരു തോന്നല്. രേവതിയുടെ ഒച്ച ചിലമ്പിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇന്ദു ആശ്വസിപ്പിച്ചു. എനിക്ക് മടുത്തു ഇന്ദു. ആദ്യം ബ്രസ്റ്റിലൊരു ചെറിയ തടിപ്പ് പോലെ തോന്നിയതാ. മോള് പാല് കുടിക്കുന്ന സമയമായതുകൊണ്ട് പാല് കട്ടിയായതാണെന്ന് വിചാരിച്ചാ കാണിച്ചത്. അന്ന് മുതൽ തുടങ്ങിയ മരുന്നും കീമോയും സർജറിയും. ഇപ്പോ സ്റ്റൊമക്കിലും സ്പ്രെഡായെന്ന്. കുഴപ്പമില്ല, മാറുമെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. അവരങ്ങനെയല്ലേ പറയൂ. നിന്റെ ബിനുവേട്ടൻ എന്തു പറയുന്നു? ഇന്ദു വിഷയം മാറ്റാൻ ചോദിച്ചു. എന്റെ മുന്നില് ബിനുവേട്ടൻ വിഷമം ഒന്നും കാണിക്കില്ല കേട്ടോ. മാറിയിരുന്ന് കരയും, പാവാ. എനിക്ക് വയ്യാതായപ്പോ ബന്ധുക്കളിൽ ചിലരൊക്കെ പറഞ്ഞതാ വേറൊരു വിവാഹം കഴിക്കാൻ. ഏട്ടനും അമ്മയും അവരെ വഴക്കു പറഞ്ഞു വിട്ടു. ഏട്ടന്റെ അമ്മയും എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെയാ. സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രേവതി ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം മുതൽ ഇന്ദു ജോലിക്ക് പോയി തുടങ്ങി. രാവിലെ ശ്രീയമ്മയുടെ ഒപ്പം ഇന്ദുവും സഹായത്തിന് നിന്നു. മോള് കുറച്ചു ദിവസം വന്നു നിന്നപ്പോഴേക്കും ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്യേണ്ടി വന്നു അല്ലേ? ശ്രീദേവി പിന്നെയും തുടങ്ങി. എന്റെ പൊന്നമ്മേ, എന്നെ ഇങ്ങനെ അന്യായി കാണല്ലേ, ഇന്ദു സഹി കെട്ട് പറഞ്ഞു. മോളോടൊരു കാര്യം പറയാൻ മറന്നു. രാഹുലിന് ഒരു ആലോചന വന്നിട്ടുണ്ട്. ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായെന്നറിയാവോ? പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. രേവുവിന്റെ കാര്യം ഇങ്ങനെയും. മോളൂടി ഒന്ന് പറയണേ. അയ്യോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ ചെന്നാ ആ കാലിന് എന്നെ ചാടി കടിക്കാൻ വരുമല്ലോ, ഇന്ദു വിരൽ കടിച്ച് ആലോചിച്ചു. കിഷോർ വീട്ടിലേക്ക് പോയിരുന്നു. ഇന്ദു ജോലിക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ രാഹുൽ പറഞ്ഞു, ഇന്ദു വെയിറ്റ് ചെയ്യ്, ഞാനും വരുന്നു. ഇന്ദു രേവുവുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ രാഹുൽ റെഡിയായി വന്നു. കാറിലിരിക്കുമ്പോൾ ഇന്ദു ഇടയ്ക്കിടെ രാഹുലിനെ നോക്കി. സാർ, ഒരു കാര്യം പറഞ്ഞാൽ വഴക്കു ആദ്യം കാര്യം കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. സാർ എന്താ കല്യാണം കഴിക്കാത്തത്? ഇന്ദു ധൈര്യം സംഭരിച്ച് ചോദിച്ചു. ഓ, ഇതാണോ കാര്യം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പഴയ അഫെയർ ഓർത്തിട്ടാണോ ഇപ്പോഴും? ചോദിച്ചു കഴിഞ്ഞാണ് അത് വേണ്ടിയിരുന്നില്ലെന്ന് ഇന്ദുവിന് തോന്നിയത്. രാഹുൽ പക്ഷെ ചിരിക്കുകയാണ് ചെയ്തത്. അതൊക്കെ ആ പ്രായത്തിന്റെ ഓരോ തോന്നലല്ലേ. കിച്ചുവിനെ എടാ പോടാന്നൊക്കെ വിളിക്കുമെങ്കിലും അവനെന്റെ ഏട്ടനല്ലേ. അപ്പോ ലക്ഷ്മി ഏട്ടത്തിയും. അവര് പിരിഞ്ഞെങ്കിലും ഏട്ടത്തിയായിട്ടേ ഇപ്പോഴും കാണുന്നുള്ളൂ. പിന്നെ വിവാഹം ഏതാണ്ട് ശരിയായ സമയത്താണ് രേവുവിന്റെ അസുഖം. 2 വർഷമായി എല്ലാരും അതിന്റെ പിന്നാലെയാ. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇപ്പോഴൊരു വിവാഹം ശരിയായില്ല എന്ന് തോന്നി. ഇന്ദു പിന്നീടൊന്നും പറഞ്ഞില്ല. ആ, അതൊക്കെ പോട്ടെ, തന്റെ പ്ലാൻ എന്താ? ഇങ്ങനെ എത്ര നാൾ ജീവിക്കും? കിച്ചു തന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ടോ? രാഹുൽ തലചരിച്ച് ഇന്ദുവിനെ നോക്കി. ഇപ്പോ ഞാനും അതൊന്നും ആഗ്രഹിക്കുന്നില്ല സാർ. കിച്ചുവിന്റെ മനസ്സിൽ ലക്ഷ്മി ചേച്ചി മാത്രമേ ഉള്ളൂ. അതങ്ങനെ തന്നെ മതി. ഇന്ദു പുറത്തേക്ക് നോക്കിയിരുന്നു. അവൾക്ക് തന്നെ അറിയാത്ത കാര്യമാണത്. മോളൊന്നും പറഞ്ഞില്ലല്ലോ. ദേവകി ലക്ഷ്മിയുടെ അടുത്തിരുന്ന് അവളുടെ കൈകൾ കവർന്നു. എന്റെ കാര്യങ്ങളെല്ലാം അറിയില്ലേ? കിച്ചുവേട്ടനെ മറന്നൊരു ജീവിതം, അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ. ലക്ഷ്മി സങ്കടത്തോടെ കുനിഞ്ഞിരുന്നു. രാധ പറഞ്ഞു, ഒക്കെ എനിക്കറിയാം. കാലം മായ്ക്കാത്ത മുറിവുണ്ടോ മോളെ? മോളുടെ കിച്ചു ഇപ്പോൾ വേറൊരു വിവാഹം കഴിച്ചില്ലേ? മോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാ അവർക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയോ? ലക്ഷ്മി നിശബ്ദയായിരുന്നു. അവളുടെ കൈ താലിയിൽ അമർന്നു. ഈ കുട്ടികളുടെ അമ്മയുടെ സ്ഥാനത്തേക്കാ മോളെ വിളിക്കുന്നത്. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടികളാ. ഞാൻ ഇനി എത്ര കാലം കാണാനാ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാല് ആരാ ഇവർക്ക്? അമ്മയുടെ മോൻ സമ്മതിച്ചോ? ലക്ഷ്മി പ്രതീക്ഷയോടെ ചോദിച്ചു. ആകാശ് സമ്മതിക്കില്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എതിർത്തു. മോളുടെ സമ്മതം അറിഞ്ഞിട്ട് വേണം അവനോട് സംസാരിക്കാൻ. ലക്ഷ്മിക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് തന്നെയാണ് സ്ഥിതി. രാവിലെ കുഞ്ഞുങ്ങളുമായി വന്നു കഴിഞ്ഞാൽ
അരമണിക്കൂറെങ്കിലും ദേവകി ഇത് തന്നെ പറഞ്ഞിരിക്കും. വൈകുന്നേരം ആയ രാധമ്മയുടെ വകയാണ് ക്ലാസ്. എനിക്ക് അമ്മയുടെ മോനോടൊന്ന് സംസാരിക്കണം, ലക്ഷ്മി ആലോചനയോടെ പറഞ്ഞു. ദേവകിക്ക് സന്തോഷമായി. വൈകുന്നേരം ആകാശ് വന്നപ്പോൾ അവർ ലക്ഷ്മി പറഞ്ഞതെല്ലാം പറഞ്ഞു. അമല എല്ലാം കേട്ട് ആകാശിനെ നോക്കി. അവൾക്ക് എന്ത് സംസാരിക്കാൻ? ആകാശ് അലസമായി ചോദിച്ചു. അതെനിക്കറിയോ, നീ ഒന്ന് പോയി നോക്ക്. എനിക്ക് പറ്റില്ല, എനിക്കിതിന് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദേവകിക്ക് ദേഷ്യം വന്നു. വേണ്ട, നീ നിന്റെ കെട്ടിയോളെ ഓർത്ത് ജീവിക്ക്. 2 കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. ആർക്കും അവരെക്കുറിച്ചൊരു വിചാരമില്ലല്ലോ. ശ്രേയ അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട്, ഏട്ടൻ അറിഞ്ഞോ? അമല ചോദിച്ചു. ലക്ഷ്മിയായിട്ടുള്ള വിവാഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഏട്ടൻ പോയി ശ്രേയയെ കണ്ട് സംസാരിക്ക്. ഒന്നുകിൽ അവളോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ, അല്ലെങ്കിൽ എല്ലാരും കൂടി ദുബായിലേക്ക് പൊക്കോ. അതുമല്ല, ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വാടകയ്ക്ക് വീടെടുത്ത് മാറിക്കോ. അച്ഛനും അമ്മയും ഇവിടെ കഴിഞ്ഞോളും, ഞാൻ ഇടയ്ക്ക് വരാം, അമല പറഞ്ഞു. അതൊന്നും ശരിയായില്ല. എനിക്ക് ദുബായി പോകാൻ വയ്യ. അവൾക്ക് നാട്ടിൽ നിൽക്കണ്ട. ഇതൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചതാ, ആകാശ് അസ്വസ്ഥതയോടെ പറഞ്ഞു. അപ്പോ പിന്നെ അവള് മറ്റൊരാളുടെ കൂടെ ജീവിച്ചോട്ടെ എന്നാണോ? എന്റെ ഏട്ടാ, അവൾക്ക് ഏട്ടനെ വേണ്ടെങ്കിൽ ഡിവോഴ്സ് കൊടുത്തേക്ക്. ഏട്ടൻ കുട്ടികളെക്കുറിച്ച് ഓർക്ക്. എന്തായാലും ആദ്യം ലക്ഷ്മിയോടൊന്ന് സംസാരിക്ക്. അവൾക്കെന്താ പറയാനുള്ളതെന്നറിയാലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തിനും എനിക്ക് കുറച്ച് സമയം വേണം. ഈ സമയം രാധമ്മ ലക്ഷ്മിയോട് സംസാരിക്കുകയാണ്. എന്നുള്ള ഈ ഉപദേശം കേട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ അവൾക്ക് തോന്നും. കിച്ചു ആണോ നിന്റെ പ്രശ്നം? നിനക്കൊരു ജീവിതം ഉണ്ടാകുന്നതിൽ അവന് സന്തോഷമേ കാണൂ. ഞാൻ അവനോട് സംസാരിക്കാം, രാധമ്മ പറഞ്ഞപ്പോൾ ലക്ഷ്മി ഞെട്ടി. വേണ്ട, ഇപ്പൊ കിച്ചേട്ടനൊന്നും അറിയണ്ട, ഞാൻ പറഞ്ഞോളാം, അവൾ പെട്ടെന്ന് പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ലക്ഷ്മിയോട് ദേവകിയും രാധമ്മയും, ആകാശിനോട് പ്രഭാകരനും ദേവകിയും അമലയും സംസാരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം 2 പേരും പരസ്പരം സംസാരിക്കാൻ തീരുമാനിച്ചു. ദേവകി അമ്മയും ആകാശും ഗേറ്റ് കടന്നു വരുന്നത് കണ്ട അവരെ കാത്തുനിന്ന രാധമ്മ ഇറങ്ങി മുറ്റത്തേക്ക് ചെന്നു. വൈകിയപ്പോ ഞാൻ കരുതി ഇനി വരില്ലെന്ന്. അതെങ്ങനെയാ? ഇവന്റെ ഒരുക്കം കഴിയണ്ടേ? ചില നേരത്ത് പെണ്ണുങ്ങളെയൊക്കെ കഷ്ടമാ, ദേവകി ആകാശിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആകാശ് അവരെ ഒന്ന് തറപ്പിച്ചു നോക്കി. രാധമ്മ അവരെ അകത്തേക്ക് ഇരുത്തിയിട്ട് ലക്ഷ്മിയെ വിളിക്കാൻ കിച്ചണിലേക്ക് ചെന്നു. അവൾ ടെൻഷനോടെ അവിടെ അങ്ങിങ്ങ് നടക്കുകയാണ്. തീർത്തും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. രാധമ്മയോട് എതിർത്ത് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും ഇതൊക്കെ തന്നെയാണ് തന്റെ പ്രശ്നം. ആരോടും വയ്യ എന്ന് പറയാൻ പറ്റുന്നില്ല. അവരെന്ത് കരുതും, അവർക്ക് വിഷമാകില്ലേ എന്നൊക്കെ ഓർത്ത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കൊടുക്കും. ലക്ഷ്മി, അവര് വന്നിട്ടുണ്ട്, ഈ ചായ കൊണ്ട് കൊടുക്ക്, രാധമ്മ 2 ഗ്ലാസ്സിലേക്ക് ചായ പകർന്നുകൊണ്ട് പറഞ്ഞു. അതൊക്കെ രാധമ്മ കൊടുത്താ മതി. അതിനെന്നെയല്ല, നിന്നെയാ അവര് കാണാൻ വന്നത്. എന്നെ ആദ്യമായിട്ട് കാണുന്നൊന്നും അല്ലല്ലോ. ചായയും കൊണ്ട് വന്ന് നിൽക്കാനൊന്നും എനിക്ക് വയ്യ, രാധമ്മ കൊടുക്ക്, ലക്ഷ്മി ദയനീയമായി പറഞ്ഞപ്പോൾ രാധമ്മ അവളെ ഒന്ന് നോക്കിയിട്ട് ചായയുമായി ഹാളിലേക്ക് നടന്നു. ലക്ഷ്മിയും പിന്നാലെ ചെന്നു. ചായ കുടിക്കുമ്പോൾ ആകാശ് ലക്ഷ്മിയെ ഒന്ന് നോക്കി. അവൾ അവനെ നോക്കാതെ രാധമ്മയുടെയും ദേവകിയുടെയും സംസാരം ശ്രദ്ധിച്ചു നിൽക്കുവാണ്. മുഖത്ത് പരിഭ്രമം നിഴലിച്ചു കാണാം. ഇതുകൂടി കഴിക്ക്, ഞാൻ ഉണ്ടാക്കിയതാ, രാധമ്മ ഉണ്ണിയപ്പം ആകാശിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. അവൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? ചായ കുടിച്ച ഗ്ലാസ് മേശമേൽ വെച്ചുകൊണ്ട് ആകാശ് ദേവകിയെ നോക്കി. ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്ലേ രാധേ? നമുക്ക് കുറച്ചു നേരം അകത്തോട്ടിരിക്കാം, ദേവകി എണീറ്റുകൊണ്ട് പറഞ്ഞു. അതെ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, പരസ്പരം അറിഞ്ഞിരിക്കുന്നത് നല്ലതാ, രാധമ്മ അനുകൂലിച്ചു. എനിക്കൊന്നും സംസാരിക്കണ്ട, ആകാശ് വിലക്കി. എനിക്ക് സംസാരിക്കണം, ലക്ഷ്മി മുന്നിലേക്ക് വന്നു. ആകാശ് അവളെ തറപ്പിച്ചു നോക്കി. അമ്മമാർ 2 പേരും മാറിക്കൊടുത്തു. ലക്ഷ്മി മനസ്സിൽ ഇത്രയും നേരം പറഞ്ഞു പഠിച്ചതൊക്കെ ഒന്നുകൂടി ഓർത്തുകൊണ്ട് അവനെ നോക്കി. ഒരിക്കൽ എന്റെ വിവാഹം കഴിഞ്ഞതും പിന്നെ ഡിവോഴ്സ് ആയതൊക്കെ സാറിനും അറിയായിരിക്കും. പിരിഞ്ഞതാണ്, പക്ഷേ ഇഷ്ടമുണ്ടായിട്ടല്ല. ഏട്ടനല്ലാതെ മറ്റൊരാളെ ഭർത്താവായി സങ്കല്പിക്കാൻ പോലും ഒരിക്കലും എനിക്ക് വയ്യ. രാധമ്മയോട് എതിർത്ത് പറയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചടങ്ങ് നടന്നത്. ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കണം, ലക്ഷ്മി. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞിട്ട് ലക്ഷ്മി നിൽക്കുമ്പോൾ ആകാശിനും ആശ്വാസമായി. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനും വന്നത്. എനിക്കും ഒരു കല്യാണത്തിന് താല്പര്യമില്ല,
സത്യം പറഞ്ഞ ഇപ്പോഴാ സമാധാനമായത്. ചിരിയോടെ അവനും പറഞ്ഞു. ഇനി എന്ത് പറയുമെന്നറിയാതെ രണ്ടുപേരും നിന്നു. സാറിന്റെ വൈഫിന്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോംപ്രമൈസിന് ശ്രമിച്ചൂടെ? കുട്ടികൾക്ക് അവരുടെ അമ്മയും വേണ്ടേ? മടിച്ചാണ് ലക്ഷ്മി ചോദിച്ചത്. അതൊക്കെ ശ്രമിച്ചതാ. അവൾക്ക് അവിടം വിട്ട് വരാൻ വയ്യ. എന്നോട് അങ്ങോട്ട് ചെല്ലാനാ പറയുന്നത്. കുട്ടികൾ തൽക്കാലം ഇവിടെ നിന്നോട്ടേന്ന്. അതൊന്നും ശരിയാവില്ല. ആകാശ് എന്തോ ഓർമ്മയിൽ മുഴുകി പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് ലക്ഷ്മി എണീറ്റ് അകത്തേക്ക് പോയി. അവരെ യാത്രയാക്കിയിട്ട് രാധമ്മ ചെല്ലുമ്പോൾ ലക്ഷ്മി ചായ കുടിക്കുകയാണ്. രാധമ്മയുടെ കൈപ്പുണ്യെ സമ്മതിച്ചു. ഉണ്ണിയപ്പം അസ്സലായിട്ടുണ്ട്. ആകാശ് എന്താ പറഞ്ഞത്? രാധമ്മ ആകാംക്ഷയോടെ അവളെ നോക്കി. രാധമ്മയ്ക്ക് ഉണ്ണിയപ്പം വേണ്ടേ? അതൊക്കെ കഴിക്കാം. ഇപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറ. രാധമ്മ ചായ കുടിച്ചില്ലല്ലോ. ചായ തണുക്കും. ലക്ഷ്മി വിഷയം മാറ്റിയപ്പോൾ രാധമ്മ അവളെ നോക്കിയിട്ട് പിണങ്ങി മാറി നിന്നു. ഞാനിത് മുഴുവൻ കഴിക്കുവാണേ. പിന്നെ തീർന്നിട്ട് പറയരുത്. ചിരി അടക്കി ലക്ഷ്മി ഉറക്കെ പറഞ്ഞു. ഇന്ദു എവിടെ? രാത്രി ആഹാരം കഴിക്കാൻ എല്ലാവരും ഡൈനിങ് ഹാളിന് ചുറ്റും ഇരിക്കുമ്പോൾ രേവതി ചോദിച്ചു. അവള് ഫോണിൽ സംസാരിക്കുക. വീട്ടിൽ നിന്ന് വിളിച്ചതാവും, ശ്രീദേവി പറഞ്ഞു. കിഷോർ മിന്നുവിനെ മടിയിലിരുത്തി ആഹാരം കൊടുക്കാൻ തുടങ്ങി. ബിനുവേട്ടൻ എമർജൻസി ലീവിന് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, രേവതി കഞ്ഞി കുടിക്കുമ്പോൾ പറഞ്ഞു. അതെന്തിനാ? പോയിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം. രാഹുലിന്റെ അഭിപ്രായം കേട്ട് രേവതിയുടെ മുഖം മങ്ങി. അവനൊന്ന് വന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. അതെങ്ങനെയാ? നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതൊക്കെ അറിയണമെങ്കിൽ കല്യാണം കഴിക്കണം. മോൾ ഇവൻ പറയുന്നത് കേട്ട് വിഷമിക്കണ്ട, കിഷോർ രേവതിയെ ആശ്വസിപ്പിച്ചു. ഇന്ദു രേവതിയുടെ അടുത്തുള്ള കസേരയിൽ വന്നിരുന്നു. ആരാ മോളെ വിളിച്ചത്? അമ്മയാണോ? ശ്രീദേവി അവളുടെ അടുത്തേക്ക് ചപ്പാത്തി നീക്കിവെച്ചു. അല്ല, ലക്ഷ്മി ചേച്ചി. ഇന്ദു പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും കറിയും വിളമ്പി. കിഷോറിന്റെ നോട്ടം ഇപ്പോൾ അവളുടെ നേർക്കായി. എന്തൊക്കെയാ ചേച്ചിയുടെ വിശേഷങ്ങൾ? കിഷോറിന്റെ നോട്ടം ശ്രദ്ധിച്ച രേവു ചോദിച്ചു. അത് പറഞ്ഞ വലിയ തമാശയാ. അവിടെ ഒരു ഭയങ്കര വിശേഷമുണ്ട്. ചേച്ചിക്ക് ഒരു കല്യാണ ആലോചന. ഇന്ന് പെണ്ണുകാണലായിരുന്നു. മിക്കവാറും ഉടനെ കല്യാണം ഉണ്ടാവും. കിഷോറിനെ പാളി നോക്കിയിട്ട് ഇന്ദു കഴിക്കുന്നത് തുടർന്നുകൊണ്ട് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ആരും ഒന്നും പറയാത്തത് കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം.